Lakshmi. ഹലോ സർ. യെസ്. വാക്കുകളിട്ടുള്ള പെടി യെസ്. ചുരുക്കി സാർ. പറയാം. ശരിക്കും പറയാം. എനിക്ക് ആദ്യം ഒരു സിനിമ കാണുന്ന ഒരു ഫീൽ ചെയ്തു. ആ ഉം. കാറിലൊക്കെ വന്ന് സിനിമാ നടന്മാര് ഈ മമ്മൂട്ടി ഒക്കെ വന്ന് എൻട്രി ചെയ്യുന്ന പോലെ അപ്പോഴത്തെ ഇറങ്ങി വരുന്നു നമ്മുടെ രാജകുമാരൻ സാർ. സാറിനെ കാണാൻ ഞാൻ പറയാതിരിക്കാൻ എനിക്ക് വാക്കുകളില്ല. സാറിനെ കാണാൻ അടിപൊളിയായിരുന്നു കാണാൻ. താങ്ക് യു ലക്ഷ്മി, താങ്ക് യു അടിപൊളി സോ മച്ച്. ഭംഗിയായിരുന്നു. അതുപോലെ ഡ്രസ്സിങ് കോസ്റ്റ്യൂം അടിപൊളി. നമ്മുടെ ആ ഒരു സിമ്പിൾ എംബ്ലം വെച്ചിട്ടുള്ള ആ ഡ്രസ്സിങ് കോസ്റ്റ്യൂം അടിപൊളിയായിരുന്നു. സാറിനെ കാണാനും നല്ല രസമായിരുന്നു. ഇപ്പോഴും കൊള്ളാം, താങ്ക് എല്ലാം യു, നല്ല. താങ്ക് യു, പക്ഷെ അന്ന് വന്നപ്പോ ഒരുപാട് ഭംഗിയായിരുന്നു. താങ്ക് പിന്നെ യു. പിന്നെ എനിക്കുള്ളത്, ഞാൻ മൂന്നാമത്തെ ഫംഗ്ഷനാണ് വരുന്നത്. ആ, മൂന്നാമത്തെ ഡി എം ആ, ആർ ആണ് വരുന്നത് അല്ലേ? DMR ആണ് വരുന്നത്. ആദ്യത്തെ ഫംഗ്ഷനിൽ ഞാൻ വന്നപ്പോ ആൾക്കാർ വന്ന് ഇങ്ങനെ സംസാരിക്കത്തില്ലേ, ഉം. അവരുടെ ഏണിങ്സ് രീതി. അപ്പൊ അത് വന്നപ്പോ എനിക്ക് ആദ്യം മൈൻഡിൽ ഫസ്റ്റ് ഞാൻ കണ്ണുകൊണ്ടാ കണ്ടത് അവര് എത്ര ഏൺ ചെയ്തു എന്നുള്ള ആ എമൗണ്ട് ആണ് എന്റെ കണ്ണിലൂടെ കണ്ടത്. അവർ പറഞ്ഞ സ്റ്റോറീസ് ഒന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഉം. ദൈവമേ ഉം. ഇതൊക്കെ എങ്ങനെ ഇത്രയൊക്കെ പറ്റുമായിരിക്കും അല്ലേ, ഞാൻ നോക്കാം എന്നൊക്കെ വിചാരിച്ചു. ആ. രണ്ടാമത്തെ ഫംഗ്ഷൻ വന്നു. രണ്ടാമത്തെ ഫംഗ്ഷൻ വന്നപ്പോ ഞാൻ കണ്ണുകൊണ്ടല്ല, ചെവി കൊണ്ട് കേട്ടു. കേട്ടു, ഉം. ഒരു ചെവി കൂടെ കേട്ടു. അവര് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇപ്പുറത്തെ ചെവി കൂടെ കളഞ്ഞു. ഉം. പിന്നെ സാറിന്റെ ക്ലാസ് ഞാൻ കണ്ടിന്യൂ ചെയ്തു. മൂന്നാമത്തെ ഇപ്പോഴത്തെ ഫംഗ്ഷൻ ഞാൻ കണ്ണുകൊണ്ടും കേട്ടില്ല, ചെവി കൊണ്ടും കേട്ടില്ല, എന്റെ മനസ്സുകൊണ്ട് ഞാൻ കേട്ടു. ഹോ. എന്റെ ഉള്ളിലേക്ക് അത് ആഴ്ന്നിറങ്ങി. കാരണം അവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇത്ര ഏൺ ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. ഉം. അതാണ് സാറ് പറയുന്നത്, ഡിയർ ഫ്രണ്ട്, സാറ് പറയുന്നത് വെറുതെ അല്ല. ഓരോ ഫംഗ്ഷനും വരണം എന്ന് പറയുന്നത് വെറുതെ അല്ല. ഓരോ ഉം. പ്രാവശ്യം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉള്ളിലേക്ക് കയറുകയാണ്. നമുക്കും അങ്ങനെ ആവാൻ പറ്റും, ഉറപ്പാണ്. സാറ് പറയുന്ന ഞാനത് എനിക്കത് ഫീൽ ആയതുകൊണ്ടാണ് എനിക്കത് മനസ്സിലായത്. പിന്നെ എന്റെ പൊന്നു സാർ, ഇങ്ങനെ ഒരു സർപ്രൈസ് തരരുത്. ഞാൻ തകർന്നു. അന്ന് ആ സിദ്ധാർത്ഥ് സാറ് വരുമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഇതൊക്കെ ഈ ശരണ്യ മാം സാറും അവിടെ ഒരു അഭിനയമാണ് കാഴ്ച വെച്ചത് മനസ്സിലായി. പക്ഷെ ഞാൻ വീഡിയോ കോൾ ചെയ്യുമെന്നാ വിചാരിച്ചത്. ഞാൻ പെട്ടെന്ന് അങ്ങ് ഞെട്ടി സ്റ്റക്കായിപ്പോയി. ഞാൻ ഇങ്ങനെ ബോധം കെടുന്ന പോലെയൊക്കെ ആയി. ഞാൻ അവിടെ ഇരുന്നു, ഒരു ഒരു നിമിഷം ഞാൻ സ്റ്റക്കായിട്ട് എനിക്ക് ദേഹം തളരുന്ന പോലെയൊക്കെ ഇരുന്നു. കാരണം അത്രയ്ക്ക് എഫക്റ്റ് ആയിപ്പോ. ആ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിപ്പോ. എന്തെങ്കിലും ഒരു സൂചന തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആവില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇതാണ് എനിക്ക് അപ്പോഴാണ് ശാലുമാമൻ ഓർമ്മ വന്നത്. ഇതാണല്ലേ ഇത് വച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ശാലു പറഞ്ഞായിരുന്നല്ലേ? ശാലുമാമൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കില്ല, അങ്ങനെയുള്ള കാര്യമാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സാർ മാം പറഞ്ഞത് ശരിയാണ്. ഒട്ടും ഞാൻ പെട്ടെന്ന് വേറെ ഏതോ ലോകത്തിരുന്ന് കേൾക്കുന്ന പോലെ സാറിന്റെ ഗുരുവാണ്. സാറിന്റെ ഗുരുവിനെ കാണുമ്പോൾ നമ്മൾ അത്ര എക്സൈറ്റഡ് ആണ്. നമ്മൾ അറിയാതെ തന്നെ ചാട് വീട് എണീറ്റ് ജയ് വിളിച്ച് അത്ര സന്തോഷമാണ് സാറിന്. കാരണം സാർ നമുക്ക് അത്ര ഇമാജിനേഷൻ തന്നിട്ടുണ്ട്. സാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ഇമാജിനേഷൻ ഉള്ള ഒരു പുരുഷൻ വന്ന് നിന്നപ്പോ ഒട്ടും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ നിന്നത്. ഭയങ്കര സന്തോഷമായി. ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ആയിരുന്നു. ഇതുവരെ ഞാൻ വന്നിട്ടുള്ള പ്രോഗ്രാമിൽ ഏറ്റവും നല്ല പ്രോഗ്രാം ആയിരുന്നു. പിന്നെ താങ്ക് യു. ട്രാൻസ്ഫോർമേഷൻ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ആ നോട്ടിന്റെ കാര്യത്തില് ലാസ്റ്റ് എനിക്കറിയാം എന്താണെന്ന്. അതിലൊരു സാർ ആ സാറിന് 77 എന്തോ വയസ്സായ ഒരു സാർ, ആ. 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 ആ സാറ് ഇപ്പൊ കത്തി അത് പറയണ്ട, അത് പറയണ്ട, അതിനെ കുറിച്ച് പറയണ്ട. ആ അതെ, ഓക്കെ. അത് നടത്തുമായിരുന്നു. എനിക്ക് എപ്പോഴാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്? ഈ എനിക്ക് എപ്പോഴാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്? ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് ഉണ്ടായത്. എനിക്കറിയാം. ആ നിമിഷം എനിക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. അതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ. താങ്ക് യു ലക്ഷ്മി, താങ്ക് യു, ഓക്കെ, റിയലി റിയലി താങ്ക് യു ഫോർ ഷെയറിങ്. താങ്ക് യു.